സ്റ്റൈലിൽ കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് കരിമീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി വൃത്തിയാക്കാം. ഞങ്ങൾ ആലപ്പുഴയിൽ പോയപ്പോൾ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ചോറിൻ്റെ കൂടെ കരിമീൻ പൊള്ളിച്ചത് തന്നിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഉണ്ടാക്കിയത്. പിന്നാണെങ്കിൽ എനിക്ക് കുറച്ച് മറന്നും പോയി എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജോയ്സി ജോസഫ്, ആലപ്പുഴയിലുള്ളതാണ്. അവളെ വിളിച്ച് ഞാൻ ചോദിച്ച് അപ്പോൾ അവൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ജോയ്സി ജോസഫ് ഇത് കാണുന്നുണ്ടെങ്കിൽ വെരി വെരി താങ്ക്സ്. പിന്നെ ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കാം. ആദ്യം ഇതാ ഇങ്ങനെയൊക്കെ തന്നെ വേണം ഇത് വൃത്തിയാക്കാൻ. രണ്ട് സൈഡ് തലേൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം കളയാം. എന്നിട്ട് നമുക്ക് ഈ വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ട് അതിനുള്ളിലെ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. ഇതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്കിത് വര ഇട്ടിട്ട് നന്നായി കഴുകി എടുത്തിട്ട് വേണം മസാല ഒക്കെ റെഡിയാക്കി എടുക്കാൻ. ആലപ്പുഴയിലെ മറ്റ് ഭക്ഷണങ്ങളെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് കഴിച്ചതല്ലാതെ പുറത്തുനിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ഇങ്ങനത്തെ ഫ്രൈ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. മീൻ പലതരം ഫ്രൈകളുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നാരങ്ങാനീര് വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇതിൽ നാരങ്ങാനീര് ചേർത്തിട്ട് ഇങ്ങനെ മസാലകളെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മസാല റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾ ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് പൊതുവെ മീൻ ഫ്രൈ ചെയ്തൊക്കെ ഇഷ്ടമാണ്. ഇതൊരു സ്പെഷ്യൽ ആയതുകൊണ്ട് വലിയ ഇഷ്ടമായിരിക്കും ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ. ഇനി ഈ കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ പുറത്ത് ഇതുപോലെ നല്ലോണം തേച്ച് കൊടുക്കണം. ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായി ചേർത്ത് കൊടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാല വൃത്തിയിൽ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തും ഒക്കെ ആകത്തക്ക വിധത്തിൽ നമുക്കിങ്ങനെ മസാല തേച്ചിട്ട് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. എൻ്റെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമായി. ഞാനിത് ചെയ്ത് കൊടുത്തപ്പോൾ മക്കൾക്കും ഹസ്സിനൊക്കെ വലിയ ഇഷ്ടമായി. ഞങ്ങൾ അവിടുന്ന് കഴിക്കുന്ന അതേപോലെ തന്നെ ആയിരുന്നു ഉണ്ടാക്കി നോക്കിയപ്പോൾ. നമുക്ക് എല്ലാ മീനും ഇങ്ങനെ തന്നെ മസാല പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിൽ മീനെല്ലാം ഓരോന്നായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായി പൊള്ളി കിട്ടും. എന്നിട്ട് നമുക്കിതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ മീൻ പൊള്ളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഞാൻ ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കോരി വെച്ചതിന് ശേഷം 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്കിതിലേക്കുള്ള പൊടികളിടാം. ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 1/4 കപ്പ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി വറ്റിച്ചെടുക്കണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ പാലെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാഴയില വാട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീണ്ടും ഗ്രേവി കരിമീൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വാഴയില നന്നായി മടക്കിയിട്ട് കെട്ടി കൊടുക്കണം. എന്നിട്ട് വേണം ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. മൺചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ കവർ ചെയ്തെടുക്കാം. ഇനി വാഴയില ഒന്ന് 4 ഭാഗവും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കെട്ടി കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇത് വാഴയിലൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് വാഴയില മടക്കിയിട്ട് കെട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ 4 ഭാഗം മടക്കി കെട്ടി കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായാൽ ഈ വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച കരിമീൻ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം ഇത് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റായിട്ടൊന്ന് തുറന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് മതി. അങ്ങനെ ചെയ്തെടുത്ത് ഞങ്ങൾക്ക് മൊത്തത്തിൽ 1/4 മണിക്കൂറോളം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം മറിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ 1/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഞാൻ മറിച്ചിടാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. ഇനി നമുക്കിതിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലേ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതൊരു സ്മെല്ലൊക്കെ അറിയാം. അത് കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ ബൈ ഫ്രണ്ട്സ്.